Modern Literary Theory, Poststructuralism, recording number 9. അതിൽ ദർ ഇസ് നത്തിങ് ഔട്ട്സൈഡ് ദ ടെക്സ്റ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് രണ്ട് ഇൻറ്റർപ്രിട്ടേഷൻസ് പോസിബിൾ ആണെന്ന് പറഞ്ഞു. അതിൽ തന്നെ ഇപ്പം പേജ് നമ്പർ 66 to 67 വി ക്യാൻ സീ എ കോട്ട് ഫ്രം ഓഫ് ഗ്രാമറ്റോളജി ബൈ ഡെറിഡ. അപ്പം ജാക്ക് ഡെറിഡയുടെ ഈ ബുക്കിലുള്ള ഒരു പർട്ടിക്കുലർ കോട്ട് എന്താണ് പറയുന്നത് നോക്കാം. അതിൽ the writer writes in a language and in a logic whose proper systems, laws and life his discourse by definition cannot dominate absolutely. He uses them by only letting himself after a fashion and up to a point be governed by the system, and the reading must always aim at a certain relationship unperceived by the writer between what he commands and what he does not command, of the patterns of the language that he uses. This relationship is not a certain quantitative distribution of shadow and light, of weakness or of force, but a signifying structure that critical reading should produce. So ഇവിടെയാണ് ക്രിട്ടിക്കൽ റീഡിങ് എന്താണ് എന്ന് പറഞ്ഞു വെക്കുന്നതാണ്. അതായത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു തരത്തിൽ റൈറ്റർ പറഞ്ഞത് ഉദ്ദേശിച്ചത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പിന്നാലെ പോകുമ്പോൾ വി ഫോർഗെറ്റ് സംതിങ് ഡിഫറെൻറ്റ്. അപ്പോൾ അവിടെയാണ് അവരെ കണ്ടിട്ടുള്ളതും കാണാതെ വിട്ടുപോയത് പോലും നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം. വി ഷുഡ് ബി ഏബിൾ ടു അൺപെർസീവ്ഡ് ബൈ ദി റൈറ്റർ ബിറ്റ്വീൻ വാട്ട് ഹി കമാൻഡ്സ് ആൻഡ് വാട്ട് ഹി ഡസ് നോട്ട് കമാൻഡ് എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അവിടെ reading and interpretation then are not just reproducing what the writer thought and expressed in the text. Exactly ഈ ഐഡിയ ആണല്ലോ നമുക്ക് ഡെത്ത് ഓഫ് ദി ഓഥർ എന്ന് കിട്ടുന്നത്. അതിൽ this inadequate notion of the interpretation Derrida calls a doubling commentary, since it tries to reconstruct a pre-existing non-textual reality what the writer did or thought to lay alongside the text. Instead, critical reading must produce the text, since there is nothing behind it for us to reconstruct. Thus, the reading has to be deconstructive rather than reconstructive in this sense. This is the point where Derrida makes the remark which the later calls the axial proposition of the essay, there is nothing outside the text. അപ്പോൾ ഈ രീതിയിൽ ഇൻറ്റർപ്രിട്ടേഷന് there is nothing outside the text എന്ന് പറയാനാണ് ഡെറിഡ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾക്ക് ഈ പറയുന്ന ഒരു അൺപെർസീവ് റിയാലിറ്റിയെ നോക്കി റൈറ്റർ എന്ത് ചിന്തിച്ചു, റൈറ്റർ എന്താണ് വിഷ് ചെയ്തത്, അല്ലെങ്കിൽ എന്താണ് ആഗ്രഹിച്ചത് ഇങ്ങനെ ഇൻറ്റർപ്രറ്റഡ്, ഇതൊന്നും നമ്മളെ വിഷയങ്ങളല്ല. സോ ദിസ് ഈസ് അബൌട്ട് എ കൈൻഡ് ഓഫ് ഡീകൺസ്ട്രക്ഷൻ. റീകൺസ്ട്രക്ഷൻ മാത്രം അതിൻ്റെ ഉള്ളിലൊന്നുമില്ല. അതിൻ്റെ ദർ ഇസ് നത്തിങ് ഔട്ട്സൈഡ് ദ ടെക്സ്റ്റ്. അങ്ങനെ അതൊന്നും നിങ്ങൾ നോക്കണ്ട. ദിസ് ഈസ് എവറിത്തിങ് ഫോർ ദ ടെക്സ്റ്റ് ടു റീകൺസ്ട്രക്റ്റ്. ഡീകൺസ്ട്രക്ട് അതർ ദാൻ റീകൺസ്ട്രക്ഷൻ ഒന്നും അവിടെ ആവശ്യമില്ല. ദിസ് ഈസ് എബൌട്ട് യു മേക്ക് ഇറ്റ് ഡീകൺസ്ട്രക്റ്റഡ്. അതിന് നിങ്ങൾ അതിൻ്റെ ഉള്ളിൽ തന്നെയുള്ള സാധനങ്ങൾ വെച്ചാൽ അതായത് അതിനെ ഡീകൺസ്ട്രക്റ്റ് ചെയ്യാൻ വേണ്ട എല്ലാം അതിൽ തന്നെ ഉണ്ട്. യു ഡു നോട്ട് ഹാവ് ടു ചേഞ്ച് ദ സ്റ്റോറി, പ്ലോട്ട് ഒന്നും മാറ്റണ്ട, ക്രോണോളജിക്കൽ ഇവൻറ്റ്സ് മാറ്റണ്ട, സീക്വൻസ് ഇവരിങ്ങനെ മാറ്റണ്ട, ഒന്നും ചെയ്യേണ്ട. പക്ഷെ എന്താണ്, നിങ്ങൾക്ക് ഹീറോയെ പെട്ടെന്ന് വില്ലനാക്കാൻ പറ്റും, വില്ലനെ ഹീറോ ആക്കാൻ പറ്റും, ജസ്റ്റിഫൈഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസിനെ ടോപ്സി-ടർവിയിലേക്ക് മാറ്റാൻ പറ്റും. സോ ഓൾ ദീസ് ആർ ദർ ഇൻസൈഡ് ദ ടെക്സ്റ്റ് ഇറ്റ് സെൽഫ്. ദർ ഇസ് നത്തിങ് ഔട്ട്സൈഡ് ദ ടെക്സ്റ്റ്. ഇങ്ങനെയാണ് ഈ ഒരേ തരത്തിലുള്ള റീഡിങ്ങിന് രണ്ട് തരത്തിലേക്ക് ഡബ്ലിങ് കമൻറ്ററി ആയിട്ട് മാറാം. മറ്റതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാംഗ്വേജിന് അങ്ങേയറ്റം പ്രേസ് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ അങ്ങേയറ്റം ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. അവിടെ എന്താണ്, ദർ ഇസ് നത്തിങ് ഔട്ട്സൈഡ് ദ ടെക്സ്റ്റ്. ടെക്സ്റ്റിൻ്റെ അപ്പുറത്തൊന്നുമില്ല, നിങ്ങൾ അതിൻ്റെ അപ്പുറം ഒന്നും പോയിട്ട് വായിക്കേണ്ട. അവിടെ എന്താണ്, ആ ടെക്സ്റ്റിനെ എങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഡീകൺസ്ട്രക്റ്റ് ചെയ്യണോ, ഓൾ ദോസ് എലമെൻറ്റ്സ് ആർ ദർ ഇൻ ദ ടെക്സ്റ്റ് ഇറ്റ് സെൽഫ്. പിന്നെ അതിൻ്റെ അപ്പുറം ഒന്നും ചിന്തിക്കേണ്ട. So reading cannot legitimately transgress the text towards something other than it, or toward a signified outside the text whose content could have taken place outside of language. That is to say, in the sense that we give here to that word outside of writing in general. This is why the methodological considerations that we risk applying here to an example are closely dependent on the general propositions that we have elaborated above. As regards the absence of the reference to the transcendental signified, there is nothing outside the text.
അപ്പോൾ ഈ ട്രാൻസെൻഡൻ്റൽ സിഗ്നിഫൈഡ് എന്ന് പറയുന്ന വ്യൂ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഡീകൺസ്ട്രക്ഷൻകാരത് അംഗീകരിക്കില്ല. ആ ട്രാൻസെൻഡൻ്റൽ സിഗ്നിഫൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ കൈൻഡ് ഓഫ് അതോറിറ്റേറ്റീവ് വോയിസ് വിച്ച് യു കനോട്ട് ട്രാൻസെൻഡ്, യു കനോട്ട് ചലഞ്ച് ഓർ ക്വസ്റ്റ്യൻ. അങ്ങനെയാകുമ്പോൾ പിന്നെയും എന്തായി മാറി, നമ്മൾ ഈ പറയുന്ന വീണ്ടും വി ആർ എഗെയിൻ ആൻഡ് അഗെയിൻ ഇൻ സെർച്ച് ഓഫ് സംതിങ്. നമ്മൾ ഇതുവരെയും ഈ പറയുന്ന ഒരു പർട്ടിക്കുലർ ആരോ കണ്ടുപിടിച്ച് വെച്ച അല്ലെങ്കിൽ ആരോ ആഗ്രഹിച്ച ഉദ്ദേശിച്ച മീനിങ്സിന് വേണ്ടി വീണ്ടും ഒരു തരത്തിൽ ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു ഇൻറ്റർപ്രിറ്റേഷൻ വേണ്ടിയിട്ടുള്ള ഓടലാണ്. സോ വാട്ട് കണ്ടൻറ് കുഡ് പ്ലേസ്, കുഡ് ഹാവ് ടേക്കൺ പ്ലേസ്, ഇതൊന്നും നമ്മൾക്ക് അറിയണ്ട. നമ്മളെന്താ നോക്കേണ്ടത്, ഇതിൻ്റെ ഉള്ളിലുള്ളത് തന്നെ എങ്ങനെ നമ്മൾക്ക് ടീസ് ഔട്ട് ചെയ്യാൻ പറ്റണം. അങ്ങനെ അതുകൊണ്ടാണ് റീഡിങ് എഗെയിൻസ്റ്റ് ദ ഗ്രെയിൻ ആവുന്നത്. അല്ലെങ്കിൽ നമുക്കിപ്പം ഓക്കെ പർട്ടിക്കുലർ ക്യാരക്ടർ വി വോണ്ട് ടു ബ്രിങ് ദ വില്ലനസ് റോൾ, അപ്പോൾ അങ്ങനെയാകുമ്പോൾ അതിൻ്റെ കുറേ സിറ്റുവേഷൻസ് എല്ലാം മാറ്റും, അതിൻ്റെ ഒന്നും ആവശ്യം വരില്ല. ഡീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൽ നിങ്ങളുടെ ബേസ് മുഴുവൻ അവിടെ തന്നെയുണ്ട്. ഒരു പഴയ വീട് റിനോവേറ്റ് ചെയ്യുന്നതാണ് നടക്കുന്നുള്ളൂ ഇവിടെ. ശരിക്കും അവിടെ കംപ്ലീറ്റ് പൊളിച്ച് മാറ്റി പുതിയ ഗ്രൗണ്ടിലല്ല തുടങ്ങുന്നത്. അതിൻ്റെ പഴയ ചുമരുകളൊക്കെ അതിൽ തന്നെയുണ്ട്, പുറമേ നിന്നുണ്ടോ, പക്ഷേ ഒരു തരത്തിലുള്ള ഒന്നും അതിൽ ബാക്കിയുണ്ടെന്ന് തോന്നില്ല. അങ്ങനെയാണ് ഡീകൺസ്ട്രക്ഷൻ പ്രോസസ്സിൽ ഒരു ടെക്സ്റ്റിനെ നമുക്ക് ഇൻ്റർപ്രിറ്റേറ്റീവ് ലെവലിൽ കിട്ടുന്നത്. He expands this further and reiterates that beyond and behind what one believes can be circumscribed as Rousseau's text. There has never been anything but writing. What opens meaning and language is writing as the disappearance of the നാച്ചുറൽ പ്രസൻസ്. ഒരു നാച്ചുറൽ പ്രസൻസിനെയാണ് നമ്മൾ ഇതുവരെയും ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. അതായത് നമ്മൾ വിചാരിച്ചു ഒരു തരം നാച്ചുറൽ പ്രസൻസ് അവിടെയുണ്ട്. ഒരു പർട്ടിക്കുലർ ടെക്സ്റ്റ് പുറത്ത് വരുമ്പോൾ അതിൻ്റെ കുറേ ഇൻ്റർപ്രിറ്റേഷൻസ് വരും. അതിൽ തന്നെ ദ ബെസ്റ്റ് വി ചൂസ് ആൻഡ് വി ടേക്ക് ദാറ്റ് ഫോർ ഗ്രാൻറ്റഡ്, ഓർ വി യൂസ്ഡ് ടു ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻറ്റഡ്. അതിനി വരും വേണ്ട, അത് അങ്ങനെ ഒരു പ്രസൻസോ അങ്ങനെ ഒരു ട്രാൻസെൻഡൻ്റൽ സിഗ്നിഫൈഡോ ഇനി മുതലില്ല. അപ്പോൾ ആ പറയുന്ന ആൾക്ക് വേണ്ടി ഇനി ഓടണ്ട എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ദാറ്റ്സ് വൈ വി ക്യാൻ ഡിക്ലെയർ ദിസ് കൈൻഡ് ഓഫ് എ ടെക്സ്ച്വൽ ഫ്രീഡം. ഇൻഡിപെൻഡൻസ് will not find these pages of Derrida by any means is easy, but they will repay something intensive work. അതുകൊണ്ട് തന്നെയാണ് ഒരു തരത്തിൽ ideally in group discussions, do they enable you to pin down precisely what Derrida is saying about the relationship between bird and world. His views are as stark and uncompromising as they are often accused of being. So this transcendental signified as a concept matters a lot in discussing. There is nothing outside the text in the context of Derrida's deconstruction, the idea.